നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ചുവരെഴുത്ത് കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ഇപ്പോൾ ഔദ്യോഗികമായി പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും ശിവൻകുട്ടി അവിടെ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കണ്ടിരുന്നു, ഓട്ടോക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്നു, പൊതുപ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്നു, വഴിവിളക്കിൽ ലൈറ്റ് കത്തിച്ചു എന്ന് പറഞ്ഞ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഒരു പ്രഹസനം തന്നെയാണ് നിയമത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രഹസനം ഒന്നും ഇനി ഏൽക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിനൊരു ഈ പറയുന്ന ആന്റി ഇൻകമൻസി മാത്രമല്ല ഒരു ഫാക്ടറായിട്ട് വരുന്നത്, അതിനേക്കാൾ ഒരു മറ്റു പല കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനിയും ശിവൻകുട്ടിയെ തന്നെ ചുമക്കാൻ നിയമത്തുള്ള ജനങ്ങൾ തയ്യാറാകുമോ? ഹർഷ, നിയമത്തുള്ളവര്, ഞാൻ തിരുവനന്തപുരംകാരനാണ്, നിയമത്തുള്ളവർക്ക് ഒരിക്കലും ഒരു ഭാരമല്ല ഈ ശിവൻകുട്ടി. തീർച്ചയായിട്ടും. കാരണം ഞാനീ പറയുന്ന പോലെ ശിവൻകുട്ടിയെ അനുകൂലിച്ചെന്ന് സംസാരിക്കുന്നതല്ല, ശിവൻകുട്ടി ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ ഹർഷ തുടക്കത്തിൽ പറഞ്ഞു അദ്ദേഹം സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നു, അദ്ദേഹം ഇങ്ങനെ അവിടെ പോകുന്നു. എന്തുകൊണ്ട് വി ശിവൻകുട്ടിയെ തന്നെ മത്സരിക്കണം? ശിവൻകുട്ടി ഒരിക്കൽ പറഞ്ഞു തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ശിവൻകുട്ടിയെ തന്നെ മത്സരിക്കണമെന്ന് CPM തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ നേതാവ്. ഇപ്പോൾ നമ്മൾ ഇതിൽ പല കണക്കുകൾ വെച്ച് നോക്കുമ്പോഴും BJPക്ക് ഈ ലോക്സഭാ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖറിന് അവിടെ ഭയങ്കരമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ഈ നേമം എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിന് ഒരു സ്വഭാവമുണ്ട്, അത് കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നതാണ്. 957 മുതൽ കണക്കെടുത്താൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ ജയിച്ചിട്ടുള്ളത്. അവിടെ 1-2 തവണ കരുണാകരൻ ജയിച്ചിട്ടുണ്ട്, വരദരാജൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, ശക്തൻ ജയിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് CPMന്റെ കയ്യിലേക്ക് BJ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇത് നിയമം കൊണ്ടുവന്നത്. നിയമത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്, അത് കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കൾച്ചറാണ്. അതിൽ നിന്ന് CPM അടർത്തിയെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ശിവൻകുട്ടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, ശിവൻകുട്ടി നമ്മൾ മുരളീധരന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഫൈറ്ററാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങിയാൽ വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന്, വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യം. വിജയിക്കുമോ എന്ന് ഞാൻ പറയില്ല, ഞാൻ വിജയിക്കുമെന്ന് പറയുന്നില്ല. ഒരു നല്ല ത്രികോണ മത്സരം, നല്ല തീപ്പൊരി മത്സരം. കഴിഞ്ഞ തവണ എങ്ങനെയാണ് K മുരളീധരൻ ആയിരുന്നുകൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചത്. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. അവിടെ 2016 നമ്മൾ കണ്ടിരുന്നു, BJPയിലേക്ക് പോയ മണ്ഡലമായിരുന്നു. രാജഗോപാൽ മത്സരിച്ച് വിജയിക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. അതൊരു സഹതാപപരമായ വിജയം. സഹതാപ തരംഗം. രാജഗോപാൽ തിരുവനന്തപുരത്തുകാരായിട്ടുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞുതരും നേമത്ത് എങ്ങനെയാണ് രാജഗോപാൽ. അതെ, കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാന ഇലക്ഷൻ ആണ്, ഇനി മത്സരിക്കില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആ ഒരു ബോധ്യമുണ്ട്. പിന്നീട് വീണ്ടും ശിവൻകുട്ടി മത്സരരംഗത്തേക്ക് വരുന്നു. വെറും 3500ഓളം വോട്ടുകൾ മാത്രമാണ്. K മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയിരുന്നത് കൊണ്ട്. അതെ, അങ്ങനെയെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അതെ, അപ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് കോൺഗ്രസിന്റേത് ഉണ്ടാകുന്നതെങ്കിൽ ശിവൻകുട്ടിക്ക് വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാകും. നേമത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അവിടെ വൈഷ്ണവ് സുരേഷിന്റെ പേര് കേൾക്കുന്നുണ്ട്, ശബരിനാഥിന്റെ പേര് കേൾക്കുന്നുണ്ട്, അതുപോലെ ശശി തരൂർ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ പേര് കേൾക്കുന്നുണ്ട്. ആര് വന്നാലും ഒരു കൃത്യമായ ഫൈറ്റ് അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. ഇത്തവണ ഒരു വിജയം ഉറപ്പാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് CPMന് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ശിവൻകുട്ടി എത്രയൊക്കെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിയമസഭയിൽ അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇതിനകത്ത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ നല്ല മന്ത്രിയായിരുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ സഭയിലുണ്ടായ വിഷയങ്ങൾ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടേതായ നിലവാരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയി അല്ല അങ്ങനെ. പക്ഷെ അത് സംസാര രീതി കൊണ്ട് തോന്നുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അവസാന ഘട്ടത്തിൽ ശിവൻകുട്ടി വളരെ ഇതായിട്ട് മുഖ്യമന്ത്രി പറയുന്നതിനോടൊപ്പം പ്രസ്താവനകളിലേക്കൊക്കെ ശിവൻകുട്ടി വന്നു. ഇത്രയും വർഷം അധികാരത്തിലിരുന്നിട്ട് ഈ അവസാന കാലഘട്ടത്തിൽ ആ ഒരു പ്രസ്താവനകളിലേക്ക് CPMന്റെ തിരുവനന്തപുരത്തെ നേതാക്കൾ കടകംപള്ളി സുരേന്ദ്രനെക്കാളും ജെന്യൂനിറ്റിയുള്ള നേതാവാണ്. തീർച്ചയായിട്ടും അല്ലെന്ന് പറയുന്നില്ല, ആ ജെന്യൂനിറ്റി ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ CPMന്റെ ഭാഗത്ത് CPMനെ തന്നെ അത് എന്തുകൊണ്ടെന്നറിയൂ, അത് ശിവൻകുട്ടിക്ക് ചെയ്യേണ്ടി വന്നു. പിണറായി വിജയൻ എന്ന തല പറയുമ്പോൾ എങ്ങനെ ശിവൻകുട്ടി കേൾക്കാൻ? എന്തുകൊണ്ട് മറ്റുള്ള നേതാക്കൾ അവരുടേതായ കൃത്യമായ ഒരു എതിർപ്പ്? ശിവൻകുട്ടി, നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ? അനിൽ എന്ന് പറയുന്ന മന്ത്രി, GR അനിൽ എന്ന് പറയുന്ന നേമത്തുകാരനായ GR അനിൽ നെടുമങ്ങാട് നിന്ന് ജയിച്ച CPI മന്ത്രി, ഭക്ഷ്യമന്ത്രി, എന്നെ ആരവിടെ വന്നു എന്ന് തിരക്കിയതായിട്ട് പരിതാപം പറഞ്ഞു ശിവൻകുട്ടി. അത് ആ കഥ അറിയുമല്ലോ. PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് CPIയുടെ ഓഫീസിൽ ഈ പറയുന്ന MN സ്മാരകത്തിലോട്ട് പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. അവിടെ MN സ്മാരകത്തിന് അവിടേക്ക് തന്നെ അത് ആര് വന്നത് എന്ന് തന്നോടൊരു അന്യനെ പോലെ അനിൽ പെരുമാറി എന്ന്
വിഷമം പറഞ്ഞ ആളാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി ഈ പറയുന്ന രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നത് ഒരു ഭാഗം നമുക്ക് എടുക്കാം. പക്ഷെ തിരുവനന്തപുരത്തെ എണ്ണം പറഞ്ഞ CPM നേതാക്കൾ ഒരു നല്ല ജെനുവിനിറ്റി ഉള്ള ഒരു നേതാവാണെന്ന് തിരുവനന്തപുരത്തുകാരനായ ഞാൻ പറയും. കാര്യം ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നത് നിയമത്തത് ഈ പറയുന്ന ഇത്തവണ നിയമസഭാ മത്സരം മാത്രമല്ല CPM-ന്റെ കയ്യിൽ നിന്നും നിയമം നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു പക്ഷേ അത് എങ്ങനെ നഷ്ടപ്പെടും BJP-ക്ക് ലഭിക്കും. അല്ല പക്ഷെ അത് എങ്ങനെ കൂടെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ ഇതും കൂടെ നമ്മൾ നോക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നല്ലതാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ അല്ലേ ഇത്തവണ നിർത്തുള്ളൂ. കാരണം നമുക്കറിയാം ഇതുവരെ കോൺഗ്രസ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിയമത്തിന്റെ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ആരൊക്കെയായിരിക്കും മത്സരിക്കുക. അപ്പോൾ ഈ രണ്ടുപേരെയും കൗണ്ടർ വെക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെയായിരിക്കും. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അനക്കം ഉണ്ടല്ലോ, അതിനൊരു കോട്ടം തെറ്റും. കാര്യം ഈ ലോകസഭ പാറ്റേൺ വേറെയാണ്. ലോകസഭയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ടീമുണ്ട്, ഒരു PR സംഘമുണ്ട്. ഈ രാജേന്ദ്രശേഖറിന് വേണ്ടി ഒരു PR സംഘം തന്നെ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ CPM-ന് വേണ്ടി ആ PR സംഘം അട്ടർ ഫ്ലോപ്പാണ്. ആ PR സംഘം MP നികേഷ് നയിക്കുന്ന സംഘം അട്ടർ ഫ്ലോപ്പാണ്. ഇവിടെ നിയമത്തെ പരിശോധിച്ചാൽ ലോക്സഭയിൽ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ അത് ലോകസഭ പാറ്റേൺ ആണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ തദ്ദേശവും ലോകസഭയും പാറ്റേൺ നിയമസഭയിൽ നിങ്ങൾ എടുക്കരുത്. തീർച്ചയായിട്ടും എല്ലാം വ്യത്യസ്ത പാറ്റേൺ തന്നെയാണ്. മറ്റു രണ്ടിലും പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ കൃത്യമായ ഒരു മുന്നേറ്റം BJP കാഴ്ചവെക്കാൻ സാധിക്കുന്ന സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നു ഇപ്പോ അദ്ദേഹമൊക്കെ ചെയ്തിട്ടുണ്ടാകും. മറ്റൊരു ഗുജറാത്ത് ആകാനായി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ കാശ് ഉപയോഗിച്ച് PR വർക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതങ്ങനെ ഒരു ഈസി വാക്ക് ഓവറായി പോകാനുള്ള സാധ്യതയില്ല. നേമത്ത് ശബരിനാഥനോ ശശി തരൂരോ അല്ലെങ്കിൽ വൈഷ്ണവ് സുരേഷ് പോലും മത്സരിച്ചാൽ കോൺഗ്രസിന് ഒരു തീവാറുന്ന മത്സരം അവിടെ നടത്താൻ കഴിയും. ശിവൻകുട്ടി ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഒരു ഈസി വാക്ക് ഓവർ ശിവൻകുട്ടിക്ക് ഉണ്ടാകില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ BJP-ക്കാർ കുളിച്ചു കയറി ഇരിക്കുന്നത് പോലെ ഞാൻ മറ്റൊരു ചർച്ചയിൽ ഇവിടെ സംസാരിച്ചപ്പോൾ അന്നത്തെ ഒരു പരിസ്ഥിതിയിൽ വെച്ച് എൻ്റെ നമ്മളെ നാട്ടുകാരനാണ്, നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മൾ നീക്കങ്ങൾ ശ്രദ്ധിക്കും. നമ്മളെ നാടല്ലേ, നമ്മൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് നിയമവുമായി ഒരു പ്രത്യേക വൈകാരികമായ ഒരു ബന്ധം കൂടെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പഴയതുപോലെ കാര്യം നായർ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി തുച്ഛമേ ഉള്ളൂ. നായർ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് നിയമം. അവിടെ നായർ കമ്മ്യൂണിറ്റി ആയത് ഹിന്ദു ഭൂരിപക്ഷ വോട്ട് നിശ്ചയിക്കും. കോൺഗ്രസ് ജയിക്കണോ, ശിവൻകുട്ടി ജയിക്കണോ, അതെയോ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ജയിക്കണോ? രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന് അങ്ങനെ BJP-ക്കാർ കുളിച്ചു കയറി ഇരിക്കുകയാണെങ്കിൽ അതൊരു ഈസി വാക്ക് ഓവർ ഇനി അങ്ങോട്ടുള്ള അന്തരീക്ഷത്തിൽ നടക്കില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ നിഗമനത്തിൽ തോന്നുന്നത്. ഇവിടെ വൈഷ്ണവ് സുരേഷിന്റെയൊക്കെ പേര് വെറും അഭ്യൂഹം മാത്രമായിട്ടാണ് കേൾക്കുന്നത്. കാരണം വൈഷ്ണവ് ഈ പറയുന്നത് പോലെ നിയമസഭയിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും. പക്ഷെ അതെങ്ങനെയാണ് വൈഷ്ണവ് നല്ല കാൻഡിഡേറ്റ് ആയത്? CPM തന്നെയാണ് വൈഷ്ണവക്ക് അങ്ങനെ ഒരു PR ഉണ്ടാക്കി കൊടുത്തത്. CPM തന്നെയാണ് വൈഷ്ണവ് എഴുതിയത്. വെറും ഈ പറയുന്നത് പോലെ മുട്ടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന ഒരു സ്ഥാനാർത്ഥി കേരളം ഒട്ടാകെ അറിയപ്പെട്ടത് CPM കാരണം തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ എല്ലാ തവണയും ഈ പറയുന്ന ചക്ക വീണ് മുയിൽ ചത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിലൊട്ടാകെ ഉണ്ടാകും പറ്റില്ല. അതെ, പക്ഷേ നിയമസഭയിൽ കോൺഗ്രസ് അത്രത്തോളം വിജയ സാധ്യത ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല. തീർച്ചയായും ഈ പറയുന്ന യുവതയെ ഇറക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ ശിവൻകുട്ടിയെ പോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു മുതിർന്ന നേതാവ്. ഇവർക്ക് രണ്ടുപേരെയും കൗണ്ടർ പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും ഈ പറയുന്ന യുവാക്കളെ നിർത്തിയാൽ എനിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നിയമത്ത് കൃത്യമായ ഒരു മുതിർന്ന നേതാവിനെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ശബരിനാഥിനെ മത്സരിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ശബരിനാഥൻ തിരുവനന്തപുരത്ത് ഒരു അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു പിടിപാട് ഈ പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് അച്ഛന്റെ പാരമ്പര്യം കൊണ്ടല്ല, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ യാഥാർത്ഥ്യമാണ്. അപ്പോ അങ്ങനെ ഒരു മത്സരം തിരുവനന്തപുരത്ത് കാഴ്ചവെക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഭദ്രമായി തിരുവനന്തപുരം CPM-ന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടും. പക്ഷേ ലീഡ് മാത്രം ഉണ്ടായിരുന്നു ശിവൻകുട്ടിക്ക്. അതെ, അത് ഇനി എവിടെ പോകും അല്ലെങ്കിൽ ആരുടെ കയ്യിലാകും എന്നുള്ളത് മാത്രം ഇനി അറിയേണ്ടതുള്ളൂ.